ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 6 ലക്ഷം കവിഞ്ഞു. മരണസംഖ്യ 28,687. ഇറ്റലിക്ക് പുറകെ സ്പെയിനും മരണനിരക്കിൽ ചൈനയെ മറികടന്നു. മരണസംഖ്യ വർദ്ധിച്ചതോടെ മാഡ്രിഡിലെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി. വിവരങ്ങളുമായി സ്പെയിനിൽ നിന്നും മലയാളി വൈദികനായ ഫാദർ സജിൻ ഇലവനമുക്കട ഷെക്കീന ടെലിവിഷനോടൊപ്പം ചേരുന്നു. ഫാദർ സജിന്റെ റിപ്പോർട്ടിലേക്ക്. സ്പെയിനിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണിപ്പോൾ. തലസ്ഥാനമായ മാഡ്രിഡിൽ കൊറോണ ബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുകയാണ്. മാഡ്രിഡ് കഴിഞ്ഞാൽ രോഗബാധ ഏൽക്കുന്നവരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും രണ്ടാമത് നിൽക്കുന്നത് ബാർസലോണ ഉൾപ്പെടുന്ന കത്തലൂഞ്ഞ പ്രവിശ്യയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7,600-ലധികം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ മൊത്തം രോഗബാധിതരുടെ എണ്ണം 65,700 കടന്നു. അതോടൊപ്പം 700ഓളം പേരുടെ മരണത്തോടുകൂടി ഇപ്പോൾ ആകെ മരിച്ചവരുടെ സംഖ്യ 5,100 കടന്നിരിക്കുകയാണ്. മരണനിരക്കിൽ സ്പെയിൻ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മൃതദേഹങ്ങൾ മോർച്ചറികളിൽ സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായതിനാൽ മാഡ്രിഡിലെ വലിയൊരു ഐസ് സ്കേറ്റിംഗ് റിംഗ് മോർച്ചറിയായി കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങി. സൈന്യത്തിന്റെ സഹായത്തോടുകൂടി വൈറസ് വിമുക്തമാക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു നഴ്സിംഗ് ഹോമിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്പാനിഷ് ഗവൺമെന്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വളരെയധികം ആളുകൾ കൊറോണ ബാധ സ്ഥിരീകരിച്ചതും ബെഡുകളുടെ അപര്യാപ്തതയും 6 ലക്ഷം കൊറോണ വൈറസ് ടെസ്റ്റിംഗ് കിറ്റുകൾക്ക് ഗുണനിലവാരം ഇല്ലാതെ പോയതും അവ ഇറക്കുമതി ചെയ്ത ചൈനീസ് കമ്പനിക്ക് ലൈസൻസ് ഇല്ലാതിരുന്നതും സ്പാനിഷ് ജനതയുടെ അതിജീവനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ആവില രൂപതയിലെയും പലൻസിയ രൂപതയിലെയും അധ്യക്ഷന്മാരായ 2 അഭിമന്യ പിതാക്കന്മാർക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈറസ് വ്യാപനവും മരണനിരക്കും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതിനാൽ അടിയന്തരാവസ്ഥ ഏപ്രിൽ 11 വരെ നീട്ടിവെച്ചു. ആശുപത്രിയിലായിരിക്കുന്ന കൂടപ്പിറപ്പുകൾ മരിച്ചാൽ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാത്ത ദാരുണമായ അവസ്ഥയിലും വളരെ പ്രതീക്ഷയോടെ സ്പാനിഷ് ജനത എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അവരുടെ ബാൽക്കണികളിൽ നിന്ന് കരഘോഷത്തോടെ ആരോഗ്യരംഗത്തെ ശുശ്രൂഷകർക്ക് ആയുരാരോഗ്യങ്ങൾ നേരുന്നത് വേറിട്ടൊരു കാഴ്ചയാണ്.